വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഐറ്റത്തിലേക്ക് കടക്കാണ്. അപ്പൊ ഐറ്റത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും ഒരു നിറഞ്ഞൊരു കൈഡി തരും. ഓക്കെ, അപ്പൊ ഈ കൈഡി ഞാൻ നിങ്ങളിൽ നിന്ന് അവസാനം വരെ പ്രതീക്ഷയാണ്. അപ്പൊ നമ്മൾ ഐറ്റത്തിലേക്ക് കടക്കാണ്. അപ്പോ ബീറ്റ് ബോക്സിംഗിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ജാസ് ഡ്രംസിന്റെ ബീറ്റുകളാണ്. അപ്പൊ ആ ജാസ് ഡ്രംസിന്റെ ബീറ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഒരു സമയത്ത് സാധാരണയായിട്ട് ഒരു ശബ്ദം മാത്രമേ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു 6 ശബ്ദങ്ങൾ ഏറ്റ ടൈമിൽ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓരോ ശബ്ദങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ നോക്കാം. ഇല്ല, വേണ്ട. താങ്ക് യു. റിവർബ് ഒന്ന് ഇട്ടേ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് 1-2 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് BGM എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ നമുക്ക് പരിചയമുള്ള 1-2 BGM ആണ്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ ലാലേട്ടന്റെ ഫാൻസ് ഉണ്ടോ? ലാലേട്ടൻ ഫാൻസ് ഒന്ന് കൈയടിച്ചേ. ഓക്കെ, അപ്പൊ ലാലേട്ടന്റെ പുലിമുരുകൻ എന്ന സിനിമയിലുള്ള ഒരു BGM ആണ് ചെയ്യുന്നത്. അപ്പൊ ആ BGM നമുക്കൊന്ന് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ലാലേട്ടന്റെ ഒരു BGM ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ആര് BGM ചെയ്യണം? ഓക്കെ, ഇപ്പൊ മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന സിനിമയിലുള്ള ഒരു BGM ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കാം. താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഒരു കംപ്ലീറ്റ് DJ മിക്സ് ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളെയും ഞാനൊരു DJ പബിന്റെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇരിക്കുന്ന ഒരു DJ പബിന്റെ അകത്താണ്. അപ്പൊ ഈ DJ പബിന്റെ അകത്ത് നിന്ന് ഞാനൊരു DJ മിക്സ് പ്ലേ ചെയ്യുകയാണ്. അപ്പൊ ഒരു DJ മിക്സ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കൈയെടുക്കാം. ഓക്കെ,
താങ്ക് യു. ഇത് നമ്മൾ ഡി ജെ പബ്ബിന്റെ അകത്ത് നിന്നാണ് കേട്ടത്. ഇനി എല്ലാവരും ഞാൻ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ പുറത്ത് നിന്ന് ഒരു ഡി ജെ മിക്സ് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ചെയ്തത്. നോക്കാം. അപ്പൊ ആ പുറത്തും അകത്തും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ചെയ്തത്. അപ്പൊ നോക്കാം. താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരു ഐറ്റം കൂടി ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സംഭവം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ഈ പരിപാടിയിലുള്ള ഒരാളല്ല. അപ്പോൾ എന്തായാലും അവസാനത്തെ ഐറ്റത്തിലേക്ക് കടക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉത്സവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പള്ളി പെരുന്നാളാണെങ്കിലും അമ്പലങ്ങളിലുള്ള മറ്റെന്തെങ്കിലും പരിപാടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പണ്ട് ചെണ്ടകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ. പക്ഷെ ഇന്ന് കാലം മാറിയ സമയത്ത് ചെണ്ടകളും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നാസിക് ഡോൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ബാൻഡ് നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നാസിക് ഡോളിന്റെ ശബ്ദമല്ല, അപ്പൊ അതിന്റെ ഒരു താളമാണ്. അപ്പൊ ആ താളം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഈ താളം അടിപൊളി ആവണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും കൈയടിയും കൂടി ആ താളത്തിന്റെ കൂടെ ഉണ്ടാവണം. താളത്തിന്റെ തുടക്കം മുതൽ ആ താളം അവസാനിക്കുന്ന വരെ നിർത്താണ്ട് കൈയടിച്ചോളാം. അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കൈയടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണ്ട. തകർത്ത് കൈയടിക്കാം. കൈയടിക്കൂലേ? ഓക്കെ. അപ്പൊ സൗണ്ട് ഒന്നുകൂടെ ഗെയിൻ ഒന്ന് കരുതും. ഓക്കെ. Thank you so much. Okay. Hello. Check. Hello. അപ്പൊ എന്തായാലും സന്തോഷം. അബിക്ക് ഒരു നല്ല കൈയ്യടി കൊടുക്കേണ്ടത്. അബി പറഞ്ഞു ഇന്ന് ഈ വേദിയിൽ